നമസ്കാരം. എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റത്ത് കിടക്കുന്ന ഗ്രാമപ്രദേശമാണ് പുത്തൻവേലിക്കര. കോട്ടപ്പുറം കായലിൻ്റെ ശാന്തത വഹിക്കുന്ന പുത്തൻവേലിക്കരയെ അറിയാം ഇന്ന്. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് പുത്തൻവേലിക്കര. കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു ഗ്രാമമാണ് പുത്തൻവേലിക്കര. കൃഷിക്ക് പേരുകേട്ട, പ്രത്യേകിച്ച് നെൽകൃഷിക്ക്, പെരിയാറിൻ്റെയും ചാലക്കുടി നദിയുടെയും സംഗമസ്ഥാനത്താണ് പുത്തൻവേലിക്കര സ്ഥിതി ചെയ്യുന്നത്. പറവൂർ താലൂക്കിൽ ഉൾപ്പെട്ട പ്രദേശം. വടക്കൻ പറവൂരാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. ചരിത്രപ്രസിദ്ധമായ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി, നദീതീരങ്ങളുടെ സാന്നിധ്യം, കാർഷിക കേന്ദ്രമെന്ന നിലയിലുള്ള അതിൻ്റെ പദവി എന്നിവയാണ് പുത്തൻവേലിക്കരയുടെ പ്രധാന സവിശേഷതകൾ. ചാലക്കുടി നദി പുത്തൻവേലിക്കര ഗ്രാമത്തിലെ എളന്തിക്കരയിൽ പെരിയാർ നദിയുമായി ലയിക്കുന്നു. പെരിയാറിൻ്റെയും ചാലക്കുടിയുടെയും കോട്ടപ്പുറം തടാകത്തിൻ്റെയും തീരത്താണ് പുത്തൻവേലിക്കര. പറവൂരിലെ ഒരു ഗ്രാമമായിരുന്നു മുൻപ് പുത്തൻവേലിക്കര. അതിൻ്റെ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൻവേലിക്കര ഒരു പഞ്ചായത്തായി മാറി. കഴിഞ്ഞ 5 വർഷക്കാലം LDF ആണ് പഞ്ചായത്ത് ഭരണം. ഊരുവെള്ളം കയറുന്ന 3 വാർഡുകളെ 7 കോടി രൂപ ചെലവഴിച്ച് കരകയറ്റാൻ കഴിഞ്ഞതാണ് മികച്ച നേട്ടമായി പ്രസിഡന്റ് റോസി ജോഷി പങ്കുവയ്ക്കുന്നത്. നബാർഡിന്റെ തുക ഉപയോഗിച്ചുകൊണ്ട് തിരുത്തൂർ മുതൽ തിരുത്തിപ്പുറം വരെ സംരക്ഷണ ഭിത്തി കെട്ടി ഊരുവെള്ളം കയറുന്നത് തടയാൻ കഴിഞ്ഞു. കുടിവെള്ളക്ഷാമം പഞ്ചായത്ത് നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായിരുന്നു. മാനഞ്ചേരിക്കുന്നിൽ ടാങ്ക് നിർമ്മിച്ച് അതിനും പരിഹാരം കാണാനായി. കൊടിയത്തുകുന്നിൽ പണിയുന്ന ടാങ്ക് സാങ്കേതിക തടസ്സങ്ങളിൽ പെട്ടുകിടക്കുകയാണ്. കോടതി വ്യവഹാരങ്ങളിൽ നിന്ന് മോചിതമായാൽ അവിടെയും ടാങ്ക് നിർമ്മിക്കാനാകുമെന്ന് റോസി ജോഷി പറഞ്ഞു. നമ്മൾ 2020 ഡിസംബറിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ജലജീവൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് 4000-ഓളം വീടുകൾക്ക് കണക്ഷൻ കൊടുത്തു. എന്നാൽ അതിന് അത്രയും വെള്ളം എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അത് പമ്പ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തൊരു കണ്ടീഷനിൽ തന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കിയത്. ആ 2 വർഷവും 21-22 സാമ്പത്തിക വർഷം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. കാരണം കുടിവെള്ളം ആളുകൾക്ക് എത്തിക്കാതിരിക്കാൻ 2.5 ലക്ഷം ലിറ്റർ കൊള്ളുന്ന ടാങ്കാണ് മാനഞ്ചേരിക്കുന്നിൽ പണിയാൻ ഉണ്ടായിരുന്നത്. ആ പണി നമ്മൾ പൂർത്തീകരിച്ചു, കമ്മീഷൻ ചെയ്തു. എന്നാലും കുടിവെള്ളത്തിന് പരിഹാരമായില്ല. അങ്ങനെയാണ് കൊടിയത്തുകുന്നിലും കൂടി 1.5 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റും കൂടി ഉണ്ടായിരുന്നു. ഇതും 1.5 കോടിയായിരുന്നു. ആ പണി പൂർത്തീകരിച്ചു. കൊടിയത്തുകുന്നിൽ പണ്ട് 40 വർഷങ്ങൾക്ക് മുൻപ് ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കിൻ്റെ കാലപ്പഴക്കം കൊണ്ട് പൊളിച്ചു മാറ്റി കഴിഞ്ഞപ്പോൾ അവിടെ ആ ഭൂമിയുടെ ഉടമസ്ഥൻ അത് രേഖാമൂലം വാട്ടർ അതോറിറ്റിക്ക് ഭൂമി കൈമാറിയിട്ടില്ല എന്നാണ് നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ട് ആ ഭൂമിയുടെ ഉടമസ്ഥൻ ആ ഭൂമി കയ്യേറുകയും ടാങ്ക് പണിയാൻ പറ്റാതിരിക്കുകയും ചെയ്തു. അങ്ങനെ കോടതിയിൽ കേസായി. ഇന്നും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരം കാണാം. നമുക്ക് 1.5 കോടിയോളം രൂപയുണ്ട്. പക്ഷേ ടാങ്ക് പണിയണം. അതിൻ്റെ പരിഹാരം കാണുന്നതിന് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് 10 സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുക്കുക. അപ്പോൾ ടാങ്ക് പണിയാനുള്ള ഒരു അവസരമായി. എന്നാലോ ഇപ്പോൾ ടാങ്ക് പണിയാൻ ആരംഭിച്ചിട്ടില്ല. കാരണം കോൺട്രാക്ടർമാർക്ക് മുന്നത്തെ പൈസ കിട്ടാത്തത് കൊണ്ട് ഈ ടാങ്ക് പണിയാൻ പറ്റിയിട്ടില്ല. എന്നാലും നമ്മൾക്ക് അത് പരിഹരിക്കാൻ പറ്റും. അങ്ങനെ കുടിവെള്ളത്തിന് ഒരു പരിഹാരം കാണാത്തൊരു സാഹചര്യത്തിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അനിൽകുമാർ ഏട്ടനോട് പറഞ്ഞതിന് ശേഷം അത് വാട്ടർ അതോറിറ്റിയുമായി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു ഫിൽറ്ററും കൂടി വെച്ച് കഴിഞ്ഞാൽ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് 30 ലക്ഷം രൂപയും കൂടി ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചത്. അത് ഫിൽറ്റർ വെച്ചു. ഇന്ന് പുത്തൻവേലിക്കര പഞ്ചായത്ത് വളരെ സന്തോഷത്തിൽ, കാരണം വേനൽക്കാലമൊക്കെ ഞങ്ങൾക്ക് ഉപ്പുവെള്ളം കയറുന്നു വെച്ച് കഴിഞ്ഞാൽ ചാലക്കുടി പുഴയും പെരിയാറും കൂടി സംഗമിക്കുന്നതാണ് ഞങ്ങൾക്ക്. അപ്പോൾ കണക്കങ്കടവ് ഷട്ടർ കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ട് വേനൽക്കാലത്തേക്ക് മണൽ ബണ്ട് കോഴിത്തിരുതിൽ കെട്ടണം. അങ്ങനെ ആ ബണ്ട് കെട്ടാൻ വൈകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പോൾ കാലം തെറ്റി മഴ പെയ്യുന്നത് കൊണ്ട് ഡിസംബർ കഴിഞ്ഞതിന് ശേഷമാണ് ബണ്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഒരു 1.5 മാസക്കാലം വേണം. ട്രജർ വന്നാണ് മണൽ ബണ്ട് പൂട്ടുന്നത്. അപ്പോൾ ആ ഒരു തടസ്സം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് കുറച്ച് ദിവസം ഉപ്പുവെള്ളം ചാലക്കുടി പുഴയ്ക്ക് കയറുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട് ഈ തവണത്തെ ബഡ്ജറ്റിൽ 15 കോടി രൂപ ഷട്ടർ പണിയുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ 2022 നമ്മൾ കൊച്ചിൻ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ പഞ്ചായത്തിന് അന്ന് ആ ഷട്ടറിന് 27 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളോട് കോർപ്പറേഷൻ ആവശ്യപ്പെട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ നമ്മൾ ഇതാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചത് പുത്തൻവേലിക്കരയ്ക്കാണ്. 15 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നത്തെ എസ്റ്റിമേറ്റ് വന്നപ്പോൾ 32 കോടിയായിരുന്നു. ആ 32 കോടി ഒരുമിച്ച് കണ്ടെത്തുകയും വേണം.
അങ്ങനെയാണ് ഇപ്പോൾ 17 കോടി രൂപ കൊച്ചിൻ കോർപ്പറേഷൻ്റെയും 15 കോടി രൂപ നമ്മൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കൂടി ഉണ്ട്. എന്നാൽ ഈ 17 കോടി കൊച്ചിൻ കോർപ്പറേഷൻ്റെ പഞ്ചായത്തായിട്ടാണ് ഇടപെട്ടത് കൊണ്ട് പഞ്ചായത്തിലേക്കാണ് 3 ടേമായിട്ട് 23-24 വർഷത്തിൽ നമ്മൾക്ക് 6 കോടി രൂപയോളം അനുവദിച്ചിട്ടുണ്ട്. ഇപ്പം അനുവദിച്ച് കിടപ്പുണ്ട്. അതുകൂടാതെ 2 വർഷം കൂടി 24, 25, 26 ഈ ടൈമിലും കൂടി നമ്മൾക്ക് ഈ 17 കോടി രൂപ കിട്ടും. അപ്പോൾ ഇത് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചകൾ വെച്ചിട്ടുണ്ട്. അത് കൊച്ചിൻ കോർപ്പറേഷൻ അനുവദിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ ഷട്ടറിൻ്റെ പണിയും കൂടി പൂർത്തീകരിക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ പുത്തൻവേലിക്കര പഞ്ചായത്തിൻ്റെ ഏറ്റവും ഒരു മുഖച്ഛായ തന്നെ മാറുന്നൊരു പദ്ധതിയാണ്. കാരണം പിന്നെ നമ്മൾക്ക് ഒന്നിന് പേടിക്കേണ്ട അത്യാവശ്യം കരയും ചാലക്കുടി പുഴ ഉള്ളത് കൊണ്ട് നല്ല വെള്ളം കിട്ടും. കൃഷിക്കാരാണ്. അതുപോലെ വേറൊരു ജലസൗകര്യമില്ലാത്ത ഉപ്പുവെള്ളം കൂടുതൽ കടക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ അതിർത്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പദ്ധതിയും കൂടി നടപ്പിലാക്കി കഴിഞ്ഞാൽ പുത്തൻവേലിക്കരയുടെ ഏറ്റവും വലിയൊരു വികസനം തന്നെയാണ്. അതിന് വേണ്ടുന്ന എല്ലാ ഫണ്ടുകളും ഇപ്പോൾ നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 152 വീടുകൾ പൂർത്തീകരിച്ചു നൽകി. മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾക്ക് മഹാത്മാ പുരസ്കാരം ലഭിച്ചു. കൂട് മത്സ്യകൃഷിയിലൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുന്നേറ്റം നടത്താൻ സാധിച്ചു. റോസി ജോഷി പറയുന്നു. അതുകൂടാതെ നമ്മൾക്ക് ലൈഫ് ഭവന പദ്ധതിയാണ്. ലൈഫ് ഭവന പദ്ധതിയിൽ ഞങ്ങൾ ഇപ്പോൾ കയറിയപ്പോൾ 202 വീടുകൾ എഗ്രിമെൻറ്റ് കഴിഞ്ഞു. അതിൽ 152 വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. ബാക്കി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും നമ്മൾക്ക് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ റിവിഷൻ വന്നു കഴിയുമ്പോൾ അടുത്ത വർക്കും കൂടി പൂർത്തീകരിച്ച് വളരെ നല്ല രീതിയിൽ ലൈഫിൻ്റെ ഭവനത്തിൻ്റെയും കൂടി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ് ലൈഫ് ഭവന പദ്ധതി. അതും പുത്തൻവേലിക്കര പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഉണ്ട് നമുക്ക് മാലിന്യ വിമുക്ത നവകേരളം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു അജണ്ട തന്നെയായിരുന്നു. അത് പുത്തൻവേലിക്കര പഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 34 ഹരിതകർമ്മസേന അംഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറൊരു വർക്കും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരെ നമ്മൾ ഫീൽഡിലൊക്കെ ഇറക്കി വേണ്ട പഞ്ചായത്തിൻ്റെ സപ്പോർട്ടോട് കൂടി തന്നെ എല്ലാ 17 വാർഡുകളിലും ഈ 2 ഹരിതകർമ്മസേന വെച്ച് പോവുകയും ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒത്തിരി പ്രതിസന്ധി നേരിട്ടു എങ്കിലും ഇപ്പോൾ വളരെ നല്ലത് 99% എല്ലാവരും യൂസർ ഫീ കളക്ഷനൊക്കെ കിട്ടി നല്ല രീതിയിൽ പോകുന്നു. ബ്ലോക്കിൽ തന്നെ ഒന്നാമതായി പുത്തൻവേലിക്കര പഞ്ചായത്ത് ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് മെമൻറ്റോ ഒക്കെ കിട്ടി അംഗീകരിച്ചു. അങ്ങനെ വളരെ സന്തോഷമുണ്ട്. പിന്നെ പുത്തൻവേലിക്കര പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ കാർഷിക മേഖലയും തീരദേശ മേഖലയുമാണ്. അപ്പോൾ പടിഞ്ഞാറൻ മേഖല എന്ന് പറയുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇതാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സഹായം എൻ്റെ വാർഡ് അടക്കമുള്ള വാർഡുകൾ കിട്ടുന്നുണ്ട്. ഒത്തിരി ആ പുഴയിൽ ആ തീരപ്രദേശത്ത് വന്നാൽ കാണാൻ സാധിക്കും. ഒത്തിരി കൂട് മത്സ്യകൃഷിക്കാരാണ് ഞങ്ങളുടെ വാർഡിലുള്ളത്, ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തിയിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സഹായം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇവർ നമുക്കറിയാം പുഴയിലൊക്കെ മാലിന്യങ്ങളൊക്കെ ഒഴുകുന്നത് കൊണ്ട് നിത്യം കിട്ടിക്കൊണ്ടിരിക്കുന്ന മീനുകളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അവർക്ക് ജീവിത വരുമാനം കണ്ടെത്തുന്നത് കൂട് മത്സ്യകൃഷിയാണ്. അതിനുവേണ്ടി നല്ലൊരു പ്രൊജക്റ്റുകൾ തന്നെ ഗവൺമെൻറ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അത് വളരെ നല്ല രീതിയിൽ വന്നാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്നാൽ കാണാം. അത്രയും കൂട് എവിടെയോ ഏതോ ഒരു പാർക്കിലൊക്കെ ചെന്ന പോലെ നമുക്ക് പുഴയിൽ ചെന്ന് കഴിയുമ്പോൾ കാണുന്നത്. അത്രയും ഭംഗിയായിട്ട് മത്സ്യത്തൊഴിലാളികൾ ഉപജീവനം കണ്ടെത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് സഹായം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യം മറ്റൊന്നാണ്. സർക്കാർ പദ്ധതി നടത്തിപ്പ് എങ്ങനെ പഞ്ചായത്ത് നേട്ടമായി കണക്കാക്കുമെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. ഈ ഭരണസമിതി വന്നപ്പോൾ നമ്മുടെ പഞ്ചായത്ത് LDFൻ്റെ കയ്യിലാണ്, ബ്ലോക്ക് LDFൻ്റെ കയ്യിലാണ്, സംസ്ഥാനം LDFൻ്റെ കയ്യിലാണ്. എന്നിട്ടും ഇതുവരെയും ആ കോളേജ് അവിടെ സ്ഥാപിക്കാനോ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ആ കോളേജ് ഇന്ന് വരെ ഇവിടെ സ്ഥാപിതമായിട്ടില്ല. അന്ന് അത്രയും ദിവസം സത്യാഗ്രഹം ഇരുന്ന ആ വ്യക്തികൾ ഈ കോളേജ് കൊണ്ടുവരാൻ ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് ഒരു വീഴ്ച തന്നെയാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയാനുള്ളത് നമ്മുടെ കുടിവെള്ള പദ്ധതി ഒരു ജലജീവൻ മിഷൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ്. അത് കേന്ദ്ര സർക്കാർ അതേപോലെ തന്നെ സംസ്ഥാനം പഞ്ചായത്ത് അങ്ങനെ ഒരു സംയുക്ത പ്രോജക്റ്റാണ്. ആ സംയുക്ത പ്രോജക്റ്റിൽ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ നമ്മുടെ MP അവർക്കുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് അതിവിടെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. അത് ഇവിടെ കൊണ്ടുവന്നെങ്കിലും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചത് കഴിഞ്ഞ ഭരണസമിതിയായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്
ഇപ്പം നമ്മൾ ചെയ്ത ജലജീവൻ പദ്ധതി ഇപ്പം നമ്മളത് കുറച്ചൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒരു ടാങ്ക് ഇതുവരെ പണിതിട്ടില്ല. ആ ടാങ്കിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ പറയുമ്പോൾ കാർഷികമായി അങ്ങനത്തെ ഒരു ഏരിയയാണ് പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത്. ഈ കാർഷിക ഗ്രാമത്തിൽ കർഷകർക്ക് കൃഷി ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ അത്യാവശ്യമാണ്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു 3-4 CCDP പ്രോജക്റ്റ് മോട്ടറും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ സാമഗ്രികളും ഉണ്ട്. പക്ഷേ ഒന്നും പ്രവർത്തനരഹിതമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തുടക്കം തന്നെ, അതായത് ഈ ഭരണസമിതി അപ്പോൾ തുടങ്ങി പറയുന്നതാണ് ഈ കാർഷിക ഗ്രാമമാണ്, കൃഷിക്ക് വേണ്ടി എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് മുൻതൂക്കം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണത്തിൽ കയറിയത്. പക്ഷേ ഇന്ന് വരെ ഈ CCDP പദ്ധതിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും CCDP പദ്ധതികൾ അങ്ങനെ തന്നെ അതായത് ശുഷ്കമായിട്ട് കിടക്കുകയാണ്. ഈ CCDP പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഈ കുന്നും പ്രദേശമായ ഈ പ്രദേശത്ത് ഒരുവിധം കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു പ്രവർത്തനം നമ്മുടെ പഞ്ചായത്ത് ഇതുവരെ ഒന്നും ചെയ്തില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാലങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമായിരുന്നു ക്രിമിറ്റോറിയം. ആ ആവശ്യത്തെ പഞ്ചായത്ത് നിരാകരിച്ചു. കോളേജ് എന്ന ആവശ്യം ഇപ്പോൾ കേട്ട മട്ടില്ല. പല പദ്ധതികളും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നു. കൃത്യമായ പ്ലാനുകൾ ഇല്ലാത്ത ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം ഭരണം നടത്തിയത്. പുത്തൻവേലിക്കരയുടെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന ആവശ്യങ്ങളിൽ ഊന്നിയാകണം വികസനം. പ്രതിപക്ഷം ആവർത്തിക്കുന്നു. ഇനി നമുക്കിടെ വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മകളെ കുറിച്ച് പറയാനുള്ളത്, നമുക്ക് ഏകദേശം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും MP-യുടെയും ശ്രമഫലമായിട്ട് നമുക്കൊരു 15 കോടി രൂപ നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് കിട്ടി. അതിൽ നമ്മുടെ ഇവിടുത്തെ ജനകീയ ആവശ്യമായ ഒരു ക്രിമിറ്റോറിയം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 50 ലക്ഷം രൂപ മാറ്റിവെച്ചതാണ്. എന്നിട്ട് അതിന് ഒരുവിധ പ്രവർത്തനങ്ങളും ഒന്നും ചെയ്യാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതങ്ങനെ തന്നെ ഡെഡായി തന്നെ കിടക്കുകയാണ്. അത് പല പ്രശ്നങ്ങളും, പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുപോലെ അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവിടെ അത് ചെയ്യാൻ പാടില്ല. പക്ഷെ അത് അവരെ ഇരുത്തി അവരോട് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി നമുക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള ഇപ്പോൾ 4 സെൻറ്റ് കുറേ കോളനികളുണ്ട്. ഈ കോളനികളിലുള്ള ആളുകൾക്ക് അവിടെ സംസ്കരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ ക്രിമിറ്റോറിയം വളരെ അത്യാവശ്യമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിമിറ്റോറിയം അത്യാവശ്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് അവിടെ അങ്ങനെ ഒരു നല്ല രീതിയിൽ, ആധുനികമായ രീതിയിൽ ആണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതവിടെ അവിടെ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഒരു ചെയ്യാനായിട്ടുള്ള അവരുടെ ആ മുന്നോട്ടുള്ള പ്രവർത്തനം വളരെ ഇതായിട്ട് കിടക്കുകയാണ്. അവർ ചെയ്യുന്നില്ല. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലാണ് ക്രിമിറ്റോറിയം എങ്ങനെയാണ്, വെറുതെ നമ്മൾ നിന്ന് കത്തിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് കുറച്ച് അറിവ് കുറവുണ്ട്. അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്ത് എങ്ങനെയായിരിക്കും അത് ഒരു ഗാർഡനൊക്കെ വെച്ച് പിടിപ്പിച്ച അതാണ് ഇപ്പോഴത്തെ പ്രോജക്റ്റ്. പക്ഷെ അതവർ ചെയ്യാനായിട്ടുള്ള ആ ഒരു ശ്രമം നമ്മുടെ ഭരണസമിതി ചെയ്തില്ല എന്നുള്ളത് ഖേദകരമായ ഒരു കാര്യമാണ്. ഇവിടുത്തെ ആളുകൾ പൈസ ചെലവിട്ട് ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി തോന്നിയാവ് പോലെയുള്ള ശ്മശാനങ്ങളിൽ ഇത്രയും ദൂരം കൊണ്ടുപോയിട്ടാണ് സംസ്കരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ സ്വന്തമായിട്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ചിലവ് വരില്ല. അതുപോലെ തന്നെ ആളുകൾക്ക് അവിടം വരെ പോകേണ്ട ഒരു കാര്യം വരുന്നില്ല. അപ്പോൾ നമ്മളത് ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളത് പറഞ്ഞു, കോളേജ് പറഞ്ഞു, പിന്നെ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രോജക്റ്റുകൾ, സർക്കാരിൻ്റെ പ്രോജക്റ്റുകൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിന് ഒരു തടസ്സങ്ങളോ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളില്ല. അത് മെമ്പർമാരുടെയും എല്ലാവരുടെയും കൂടി സഹകരണത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാര്യം ഒന്ന്, കോളേജ് ഇതുവരെയും വന്നിട്ടില്ല. പിന്നെ വന്നിട്ട് കുടിവെള്ള പദ്ധതിയുടെ പ്രോജക്റ്റ് ആണെങ്കിലും നമുക്ക് വേണ്ടതായ CCDP പദ്ധതി പോലുള്ള അത്തരം കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു നീക്കമോ അതിൻ്റെ ഭാഗത്തുനിന്ന് അത് ഉണ്ടായിട്ടില്ല. പിന്നെ വന്നിട്ട് ക്ഷീരഗ്രാമം അതും നടപ്പാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഷട്ടർ അത് ഇതുവരെയും അതിൻ്റെ
കേടായ ഭാഗം 1-2 റിപ്പയർ ചെയ്യുന്നതല്ലാതെ പുതിയതായിട്ടുള്ള പ്രോജക്റ്റ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കൊടുത്തിട്ടുണ്ടെന്നോ കൊടുക്കുന്നുണ്ടെന്നാണോ അറിയാൻ കഴിഞ്ഞത്. അത് എത്രയോ കോടി രൂപ വേണമെന്നാണ് പറഞ്ഞത്. കൂടുതലായിട്ടും ഇതൊരു കാർഷിക മേഖലയാണ്. കാർഷിക മേഖല ആയതിൻ്റെ പേരിൽ തന്നെ കൃഷിക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. പുതിയതായിട്ട് ഇപ്പോഴങ്ങനെ ചിന്തിച്ചിട്ടില്ല. അല്ലപ്പം അതൊക്കെ ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്. പെട്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് നമ്മൾ ആലോചിച്ച് ചെയ്യേണ്ട, മൊത്തത്തിൽ വലിയ പ്രോജക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ ഈ റർബൻ പ്രോജക്റ്റും അതേപോലെ തന്നെ ഈ റർബൻ മിഷൻ കിട്ടിയ നമ്മുടെ 15 കോടി രൂപ കിട്ടിയെന്നൊക്കെ പറഞ്ഞത് അതൊക്കെ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മൾ പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. അത് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്ത പ്രോജക്റ്റുകളാണ്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ സർക്കാർ ഇറക്കുമ്പോൾ നമ്മളത് നമ്മുടെ ഭാഗത്തേക്ക്, നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെങ്കിൽ അത് കൂട്ടായിട്ട് തന്നെ പറ്റുള്ളൂ. ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു പ്രസിഡന്റിന് മാത്രം നമുക്ക് അല്ലെങ്കിൽ വിചാരിച്ച നടക്കാത്ത കേസാണ് അതൊക്കെ. നമ്മളത് കൂട്ടമായിട്ട് ആലോചിച്ച് തന്നെ ഒരുമിച്ച് തന്നെ ചെയ്യണം എന്നുള്ള തീരുമാനമാണ്. പുത്തൻവേലിക്കര പ്രതീക്ഷിക്കുന്നത് വീക്ഷണശാലികളായ നേതാക്കളെയാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം പ്രാദേശിക വിഷയങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന വികസനവും ക്ഷേമവും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ഭരണാധികാരികളെയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമെന്ന് പ്രത്യാശിക്കാം. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന പോലെ കെട്ടുപിഴഞ്ഞും കൂടിച്ചേർന്നും മുന്നോട്ടൊഴുകുകയാണ് ഭരണപ്രതിപക്ഷങ്ങൾ. കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.